തീവ്രവാദത്തെ തുരത്താൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ വിവരങ്ങൾ പാകിന് ചോർത്തിക്കൊടുക്കുക മാത്രമല്ല, അതിൽ തനിക്ക് ഒരു കുറ്റബോധവുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പാക് ചാരസുന്ദരിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര. അതായത് താൻ ചെയ്തത് തെറ്റായി കരുതുന്നില്ല എന്നത്, ചെയ്തത് ന്യായമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഇവർ എൻഐയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയെ ഇന്ത്യയിൽ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാരശൃംഖലയായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും യാത്രാ മാപ്പുകളും വിശദമായി എൻഐഎ അന്വേഷിച്ചു വരികയാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ 3 പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നതിന്റെ ശക്തമായ തെളിവുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ട്രാവൽ വിത്ത് ജോയ് എന്ന യൂട്യൂബ് ചാനലിൽ 3 ലക്ഷത്തിലധികം കാഴ്ചക്കാരുള്ള യൂട്യൂബറാണ് ജ്യോതി. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഹരിയാനയിലെ ഹിസാർ പോലീസ് പാക് ബന്ധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. ജ്യോതി 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2023 പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയിലാണ് പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലെ ജീവനക്കാരനായ ദാനിഷിനെ പരിചയപ്പെടുന്നത്. ദാനിഷ് ജ്യോതിയെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിന് പരിചയപ്പെടുത്തുകയും ജ്യോതിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. 2023 തന്നെയാണ് 2ാമത്തെ പാകിസ്ഥാൻ സന്ദർശനവും നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. റെന ഷഹബാസ്, ഷാക്കീർ, അലി എഹ്വാൻ എന്നിവരെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും 2ാമത്തെ സന്ദർശന വേളയിലാണ്. സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ സേവ് ചെയ്തത്. പിന്നീട് ഇവരിൽ ഒരാൾക്കൊപ്പം ബാലിയും ഇന്തോനേഷ്യയും സന്ദർശിച്ചു. ഹരിയാന, പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാരശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ് ജ്യോതിയെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത് ചാരവൃത്തി നടത്തിയെന്നും ആരോപിച്ചാണ് ജ്യോതിയടക്കം 6 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1923 ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ 345 BNS സെക്ഷൻ 151 എന്നിവയാണ് ജ്യോതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. യാത്രയുടെ ഭാഗമായി 7 ദിവസം കേരളത്തിലും തങ്ങിയിട്ടുണ്ട് ഈ യൂട്യൂബർ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള യാത്രാ പ്ലാൻ എന്ന പേരിൽ തന്റെ 7 ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ജ്യോതി സന്ദർശിച്ചതായും 3 മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ട്. ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.